ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ ആദരണീയനായ നഗരസഭാ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവറുകൾ, ബഹുമാന്യനായ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മുജീബ് ദേവശ്ശേരി, ഒരുപക്ഷെ ആദ്യമായിട്ടാണ് നിലമ്പൂരിൽ ഇങ്ങനെ ഒരു ശ്രമം നമ്മൾ നടത്തുന്നത്. കലോത്സവങ്ങൾ, സ്കൂൾ കലോത്സവങ്ങളും സബ് ജില്ലാ കലോത്സവങ്ങളും ജില്ലാ കലോത്സവങ്ങളുമൊക്കെ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഒരുമിച്ച് ഒരു കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരം വർഷങ്ങളായി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. CBSE പഠിക്കുന്നവർ ഒരുമിച്ച് ചേർന്ന് സർവോദയ കലോത്സവത്തിന് പോകും. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവർ ഒരുമിച്ച് ചേർന്ന് സബ് ജില്ലയും ജില്ലയും അതുപോലെ തന്നെ സംസ്ഥാന കലോത്സവങ്ങൾക്കും നീങ്ങും. പക്ഷേ ഒരുമിച്ച് ഒരു നഗരസഭയിൽ ജീവിക്കുന്ന ഒരു വീടിന് രണ്ട് വീട്, ഒന്ന് CBSE തൊട്ടടുത്ത വീട്ടിൽ CBSE പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പുറത്ത് മാനവേദനിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഇവർക്കൊരുമിച്ച് ഒരു കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അവസരം ഈ നാട്ടിലില്ല. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖല കൂടുതൽ വർഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് സിലബസിന്റെ പേരിൽ, അല്ലെങ്കിൽ മീഡിയത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തരംതിരിക്കപ്പെട്ടിരിക്കുക. ഞാൻ ജനിച്ച മതക്കാരൻ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് എന്നെ ആദ്യമായി വിടാനുള്ള പ്രേരണ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു മതസ്ഥരുമായി കൂടുതൽ ഇടപഴകാനുള്ള സാധ്യതകൾ പോലും അവിടെ നമുക്കില്ലാതെ പോകുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായ, ചിലപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഇതായിരുന്നില്ല പഴയകാലം. പഴയകാലത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ ഇതേ മാനവേദൻ സ്കൂളിൽ ഞാനും പാലോളിയും മുജീബും ഞങ്ങളൊക്കെ ഈ സ്കൂളിൽ പഠിച്ചവരാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നിലമ്പൂരിൽ ഒരേ ഒരു ഹൈസ്കൂളേ ഉള്ളൂ, അത് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂൾ മാത്രം. അതുകൊണ്ട് നിലമ്പൂരിലുള്ള ഏത് വർഗത്തിലും, ഏത് ഭാഷയിലും, ഏത് ജാതിയിലും, ഏത് മതത്തിലും, ഏത് വർഗത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിലും അവർക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം വേണോ, മാനവേദൻ ഹൈസ്കൂളിൽ വന്നേ മതിയാവും. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ആളുകളുമായി ബന്ധപ്പെടാൻ, സമൂഹത്തിന്റെ എല്ലാ ക്രോസ് സെക്ഷനുമായി ബന്ധപ്പെടാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആരും ശ്രമിക്കാത്ത ഒരു ശ്രമമാണ് നിലമ്പൂർ നഗരസഭ ഏറ്റെടുത്തത്. ഏത് ഭാഷയിൽ പഠിക്കുന്നവനും, ഏത് സിലബസിൽ പഠിക്കുന്നവനും, ഏത് മതസ്ഥാപനത്തിൽ പഠിക്കുന്നവനുമാകട്ടെ, അവർക്കൊരുമിച്ചിരിക്കാൻ, അവന്റെ സർഗവാസന ഒന്ന് പരിപോഷിപ്പിക്കാൻ അതിനൊരവസരം ഉണ്ടായേ മതിയാവൂ. നമ്മുടെ നാട്ടിൽ ജാതിക്കും വർണ്ണത്തിനും മതത്തിനും മീഡിയത്തിനും സിലബസിനും അതീതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നമുക്കുണ്ടാവണം. The Nilambur municipality, distinguished guests, members of the teaching faculty, students, ladies and gentlemen. Good afternoon, everyone. It's fantastic to be here in Kerala. I've never been to India before, and so far Sovalano
വായ്ക്കേറിയ ദൈവം ഇരയും നൽകും. ശർക്കരയും വച്ചു പാണികൾ കൂപ്പി സ്തുതിച്ചിടും. ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമെന്നു നിശബ്ദമാ